ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേതെന്നറിയില്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേതെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതു യോഗ്യം ശോകമില്ല ഭാഗ്യം ഉണ്ടു ക്രിസ്തുവിൽ. ലോകമേതു യോഗ്യം എനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ടു. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. സ്തോത്രം. ഞാൻ പാടിയത് എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ യൗവന പ്രായത്തിൽ ഇറങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഒരു മർത്തോമ കുടുംബത്തിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. എല്ലായിടത്തും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കാത്തവരെന്നെ ഉള്ളതുകൊണ്ടും കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയത് നിങ്ങൾ അറിയേണ്ടതുകൊണ്ടും ഞാൻ അല്പം സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മർത്തോമക്കാരിയായി ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. എന്നാൽ ശരിക്ക് സൺഡേ സ്കൂൾ പോലും പഠിക്കാൻ ഒക്കാത്ത ഒരു എസ്റ്റേറ്റിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങൾ 10-12 മൈൽ ദൂരെയാണ് ഞങ്ങളുടെ മർത്തോമ പള്ളി. അതുകൊണ്ട് സ്തോത്രം പലപ്പോഴും പള്ളിയിൽ അങ്ങനെ പോകാറില്ല. വൺസിനെ വയലൊക്കെ പോകത്തേ ഉള്ളൂ. എൻ്റെ ഫാദറിന് അവധിയായിട്ടൊക്കെ ഉള്ളപ്പോൾ മാത്രം പോകുമായിരുന്നു. ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ഒരു CSIയുടെ കൺവെൻഷൻ ഒരു ചാപ്പലുണ്ട്. അവിടെ ഇങ്ങനെ കൺവെൻഷനൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വട്ടം ഞാൻ ഇതുപോലെ മുമ്പിൽ, അന്ന് എൻ്റെ 13 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ മുമ്പിൽ കടന്നു പോയിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വചനം കേട്ട മാത്രയും തന്നെ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നതുപോലെ എൻ്റെ ഹൃദയം ദൈവം തുറന്ന് യേശുവിനെ സ്വീകരിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ആ സമയത്ത് തന്നെ അവിടെ ഇരുന്ന് ഒത്തിരി പേര് അന്യഭാഷയൊക്കെ പറഞ്ഞിങ്ങനെ ആരാധിക്കുന്ന കണ്ടു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇത് ദൈവമക്കൾക്കുള്ളതാണെങ്കിൽ ഈ ഒരു ശക്തി എനിക്കും തരണേന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ ആത്മാവിൽ നിറച്ചു. എന്നാൽ ആത്മാവിൽ നിറച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് ഞാൻ തുള്ളിച്ചാടി അന്യഭാഷയൊക്കെ പറഞ്ഞ് ഓടി നടന്ന് ചാടി. അന്ന് കൊച്ചു പങ്കൊച്ചാണല്ലോ, അങ്ങനെ പായലൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ അതുവരെയൊക്കെ സിനിമ കാണുമായിരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു പ്രായത്തിലെ പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയം. എന്നാൽ അന്ന് ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, ഇന്ന് മുതൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതം നിനക്കായിട്ട്. എങ്ങനെയോ കർത്താവ് എൻ്റെ ഹൃദയത്തെ കടന്നു പിടിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ജീവിതം നിനക്കായിട്ട്, ഞാൻ ഈ സിനിമ കാണാൻ പോകത്തില്ല. എന്നാൽ എൻ്റെ ബ്രദർ എൻ്റെ നേരെ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ അമേരിക്കയിലാണ്, നേരെ മൂത്ത ബ്രദർ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകുമായിരുന്നു. ഒരു സൺഡേയിൽ എന്നോട് പറഞ്ഞു, ബാ നമുക്ക് മാറ്റിനി കാണാൻ പോകാം. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല തമ്പാച്ച. എന്നോട് പറഞ്ഞു, നീ വരുന്നില്ല. അപ്പം ഞാൻ യേശുവിനെ സ്വീകരിച്ച് ഇങ്ങനെ ഒരു പേസ് ബോർഡിലൊക്കെ നല്ലപോലെ പടമൊക്കെ വരച്ച്, ഇച്ചിരി വരയ്ക്കാനൊക്കെ അറിയാം, വരച്ച് പൂവൊക്കെ സൈഡിൽ വരച്ച് ആ സന്തോഷം കൊണ്ട് ഇന്ന ഡേറ്റ് ഇന്ന ടൈമിൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി ഇങ്ങനെ ഞാൻ കിടക്കുന്ന ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു.
തമ്പാച്ചന് ദേഷ്യം വന്നിട്ട് എന്നോട് പറയും, എനിക്ക് ഏറ്റവും വലിയ കാര്യം അതാന്ന് തമ്പാച്ചൻ അറിയാം, അതുകൊണ്ട് എന്നോട് ഒരു കമ്പെടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഈ സാധനം കണ്ടോ എന്ന് പറഞ്ഞത് ഇങ്ങനെ അടിച്ചു, ഞാൻ വരച്ച് വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, അതുകൊണ്ട് അതെല്ലാം കീറി താഴെ വീണു. എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ അന്നേരം എൻ്റെ ആങ്ങളോട് പറഞ്ഞു, ഇന്ന് തമ്പാച്ചനെ ദൈവം സിനിമ കാണിക്കത്തില്ല, നോക്കിക്കോ. ഞങ്ങൾ വലിയൊരു എസ്റ്റേറ്റാണ്, ഭയങ്കര ഹില്ലി പ്ലേസിലാണ്, കൂട്ടിക്കലെന്ന് പറയും, അവിടെ ആയിരുന്നു. ആ സമയത്ത് നല്ല വെയിലായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടോ പ്രവചനം പോലെ ഞാനത് പറഞ്ഞു. തമ്പാച്ചൻ അങ്ങോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഭയങ്കര ഒരു കാറ്റും മഴയും ഇങ്ങോട്ട് വന്നിട്ട് തമ്പാച്ചൻ്റെ ഷർട്ടെല്ലാം നനഞ്ഞ് കയറി വന്നു. എന്നെ ഭയങ്കര ദേഷ്യപ്പെട്ട് നോക്കി. ഞാൻ പെട്ടെന്ന് അങ്ങ് മാറിക്കളഞ്ഞു, എന്നെ ഉപദ്രവിക്കുമല്ലോ ചെയ്യുമെന്നോർത്ത് ഞാനങ്ങ് മാറിക്കളഞ്ഞു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര ചേഞ്ചായി മാറി. ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ അപ്പച്ചൻ ചെയ്തല്ലോ, എൻ്റെ കർത്താവ് ചെയ്തല്ലോ എന്നുള്ള ആഗ്രഹം എനിക്കത് വലിയ സന്തോഷമായി തോന്നി. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊതുകൊക്കെ ഉണ്ടായിരുന്നു, കൊതുവലയൊക്കെ ഇട്ട ഒരു ബെഡിൽ ഞാൻ കയറിയിരുന്ന് ആരും അറിയാതെ മുറിയൊക്കെ അടച്ച് ഇങ്ങനെ എപ്പോഴും പ്രെയർ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുന്ന എൻ്റെ ജീവിതം തുടങ്ങി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്നാനത്തെക്കുറിച്ചൊന്നും അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് നേഴ്സിങ്ങിന് ഡൽഹിയിൽ കിട്ടി. ഞാൻ അവിടെ നേഴ്സിംഗ് പഠിക്കാൻ കടന്നുപോയി. അവിടെ വെച്ചാണ് നിങ്ങളൊക്കെ അറിയുന്ന ബാംഗ്ലൂരിലെ പാസ്റ്റർ എം.എ. വർഗീസ്. അന്ന് പാസ്റ്ററൊന്നുമല്ല, IPC ഒരു ഡൽഹിയിലെ ഒരു ചർച്ചിൻ്റെ എൽഡറാണ്. ആ കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്ത് വന്ന് ബൈബിൾ സ്റ്റഡി നടത്തി. അപ്പം ഞാനിങ്ങനെ പിള്ളേരെല്ലാം ചിത്രകാർ കാണാൻ പോകും എന്ന് പറഞ്ഞാൽ സിനിമയിലെ പാട്ട് മാത്രം ആക്ട് ചെയ്യുന്ന ഭാഗം. അപ്പം ഞാൻ കർത്താവിനോടൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോകുന്നില്ല. അന്ന് ഞാൻ കൊണ്ടുപോയ ബൈബിൾ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിച്ച് കരഞ്ഞ് ഹോം സിക്കൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ വായിച്ച വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നത്, ഞാൻ ഓർത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് ഈ പുസ്തകത്തിൽ ഇതൊന്നും മനസ്സിലാകാത്തതിൻ്റെ ഇരുന്ന സമയത്താണ് ഈ M.A. വർഗീസ് അവിടെ അടുത്ത് വന്ന് ബൈബിൾ സ്റ്റഡി നടത്തുന്നതെന്ന് ഞാൻ കേട്ടത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ചെന്ന് ദൈവം നമ്മളെ ഇടപെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കർത്താവ് എന്നോട് ഇടപെട്ടു. അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസന് പ്രസംഗിച്ചത് സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ. അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇത്രയും അർത്ഥം ഇതിനകത്തുണ്ടോ, എനിക്കത് മനസ്സിലാകാത്ത എന്താ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ ഇതിന് വലിയ ഒരു അർത്ഥമുണ്ടല്ലോ. എൻ്റെ ജീവിതത്തെ ഞാൻ പിന്നെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ഹോസ്റ്റലിൽ റൂമിൽ പിള്ളേരെയൊക്കെ വരുത്തി മാർക്കറ്റിൽ പോയി ഇച്ചിരി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, എന്നാലും പിള്ളേരെ എല്ലാം വിളിച്ച് എനിക്ക് അന്നേരത്തെ എൻ്റെ ആഗ്രഹം പോലെ സുവിശേഷം ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കൊണ്ട് പിള്ളേരെയൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ അവിടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അച്ചായൻ ഇങ്ങനെ ഈ വചനം എല്ലാം പറഞ്ഞ് എനിക്ക് സ്നാനത്തെക്കുറിച്ചുള്ള വെളിപ്പാടും ഒക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ അറിയിക്കാതെ ഞാൻ അവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് വസ്തുക്കേറ്റി തോമസിൻ്റെ ചർച്ചിൽ IPC ചർച്ചിൽ ഞാൻ സ്നാനപ്പെട്ടു. എൻ്റെ കയ്യിൽ കാപ്പ് എല്ലാം കിടപ്പുണ്ടായിരുന്നു, ശരീരം മുഴുവൻ ആഭരണം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ യൗവന പ്രായത്തിൽ എൻ്റെ യേശുവിന് വേണ്ടി ഒന്നുകൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഓരോ വട്ടവും കർത്താവിനോട് ഞാൻ അടുത്തുകൊണ്ടിരുന്നു, പ്രാർത്ഥനാ ജീവിതം കൂട്ടിക്കൊണ്ടിരുന്നു. കർത്താവിനെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ വലിയ പ്രതികൂലത്തിൽ കൂടി പിന്നെ കടന്നുപോയി. ഞാൻ അതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. എന്നാൽ സ്തോത്രം, ഞാൻ ഏകയായി എങ്ങനെ നിൽക്കണമെന്നും ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ച് തന്നെയാണ് ഞാൻ, കർത്താവേ ഞാൻ തന്നെ ജീവിച്ചോളാം, എൻ്റെ കൽപ്പന അനുസരിച്ച് നിനക്കായി ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് ലോകം കണ്ടിട്ട് നിൻ്റെ നാമം ദുഷിക്കാൻ ഇടയാക്കല്ലേ എന്ന് എൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിലെ പ്രാർത്ഥന കർത്താവ് മനസ്സിലാക്കി എന്നെ ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ഒരു കുടുംബജീവിതമൊക്കെ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അത് വഴികളൊക്കെ എത്ര പറഞ്ഞാലും ഇന്ന് രാത്രി മുഴുവൻ ഒന്ന് സാക്ഷ്യം പറഞ്ഞാലും അത് ഒന്നും തീരുകയില്ല. കർത്താവ് നടത്തിയ വിധങ്ങൾ അത്ര ആഴമാണ്. കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ ടോട്ടലി സോൾഡ് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. എനിക്കൊന്നും ഒരു റിസർവേഷനും ഇല്ലാതെ എൻ്റെ യേശുവിന് വേണ്ടി എന്നാൽ ആവോളം എൻ്റെ ആരോഗ്യം എനിക്ക് തന്ന നന്മകൾ, കൃപകൾ, കൃപാവരങ്ങൾ എല്ലാം എൻ്റെ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തി എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ.
ദൈവം എന്നെ എന്ന് പറഞ്ഞ് ദൈവം എന്നെ എല്ലാ രീതിയിലും അനുഗ്രഹിച്ചു. അമേരിക്കയിലൊക്കെ പോകുവാനും നല്ല ജോലി ഉയർച്ച തരുവാനും ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന കാര്യം പറഞ്ഞല്ലോ. ഇളയ മോള് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്കോ ഇപ്പോൾ പൂർണ്ണമായി ഇറങ്ങാൻ സാധിക്കുന്നില്ല, എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഞാനായാലും പെണ്ണായാലും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളർന്നു വരുമ്പോൾ കർത്താവെ നിൻ്റെ വേലയ്ക്കായി നീ വിളിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളും കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവശബ്ദം കേട്ടു. അമേരിക്കയിൽ അവൾ കർത്താവിൻ്റെ വേലയ്ക്കായി ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അതുപോലുള്ള ഒരു മോനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇന്ന് അവർ ഗുജറാത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂത്ത മോൾ അമേരിക്കയിൽ തന്നെയുണ്ട്. അവരും കുടുംബമായി ഞങ്ങൾക്ക് 4 കൊച്ചുമക്കളുണ്ട്. കർത്താവ് ഇതാണ് ദൈവം. ഇത്രത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ചിന്തിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഇന്ത്യയിലാണ്, സ്തോത്രം. എന്നാൽ ആ സമയങ്ങളിൽ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ അവിടെയൊക്കെ പോയി, ദേശങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി കർത്താവ് എനിക്ക് സൺഡേ സ്കൂൾ പോലും ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, എന്നാൽ ഈ പുസ്തകം ഇരുന്ന് ഞാൻ എന്നും ഇങ്ങനെ വായിക്കും. എൻ്റെ യേശു എനിക്ക് തന്ന ലവ് ലെറ്റർ എന്ന് ഞാൻ ഇന്നും വിശ്വസിച്ചാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ ബൈബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിലെല്ലാം ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, ഓരോ ദൈവത്തിൻ്റെ പ്രോമിസും എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് കർത്താവിൻ്റെ ദാസന് ആദ്യമേ പറഞ്ഞല്ലോ. വിശ്വാസത്താൽ 1000 പേരെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നെന്ന് ഇന്ന്. അപ്പം ഞാൻ ഓർത്തു, അത് ദൈവത്തിൻ്റെ ഞാൻ കർത്താവിനോട് ഇന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ഇന്ന് അവിടെയുള്ള ദൈവജനത്തോട് സംസാരിക്കണം. കർത്താവിനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസ ജീവിതവും നീ എന്നെ വിശ്വസിക്കുന്നു ഒക്കെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്കറിയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ആ പാരഗ്രാഫൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് താഴോട്ട് പറയാണ്, അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പലയിടത്തും പ്രസംഗിക്കുമ്പോൾ പറയും, ലിസി, എൻ്റെ പേര് ലിസി എന്നാ, ലിസിയുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് ലജ്ജിക്കരുത്, ഒരിക്കലും ലജ്ജിക്കരുത്. എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും എൻ്റെ കർത്താവിനെ ഉയർത്തണമെന്ന എനിക്ക് ആഗ്രഹം. അവിടെ എഴുതിയേക്കുന്നത്, സ്തോത്രം, നമുക്കറിയാം, വിശ്വാസത്താൽ ഹാബേല്, നമ്മുടെ ആദ്യത്തെ പിതാവ് ഹാബേല് വിശ്വാസത്താൽ കയ്യിൻ്റെതിൽ ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ യാഗം കഴിച്ചെന്ന അന്നത്തെ ആ പേരൻസ് കയ്യിന് ആദവും അവ്വയും അവർക്ക് പറഞ്ഞു കൊടുത്തു കാണും. അവരോട് ദൈവം പറഞ്ഞു, തോട്ടത്തിലെ ഫലം, ആ നന്മതിന്മകളെക്കുറിച്ചുള്ള ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊടുക പോലും അരുതെന്നൊക്കെ കള്ളത്തരം പറഞ്ഞൊക്കെയാണ് ഹവ അന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ സ്തോത്രം, ആ ഒരു വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ ഹാബേല് ഉടനെ കയ്യിനോടും ഹാബേലിനോടും ആ ചരിത്രം എല്ലാം പറഞ്ഞു കാണും അമ്മ. ഞാനത് പൂർണ്ണമായും നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളെല്ലാം പറയുമല്ലോ, പറഞ്ഞു കാണും. അപ്പം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് എങ്ങനെ യാഗം കഴിക്കണം, അങ്ങനെ പാപം ചെയ്തപ്പോൾ അവരെന്നേക്കും നശിച്ചു പോകാതിരിക്കാൻ അവരെ ഒരു ആടിനെ കൊന്ന് ദൈവം അതിൻ്റെ തോല് ഉടുപ്പിച്ച കാര്യം ഒക്കെ പറഞ്ഞു കാണും. അത് നമുക്ക് വേണ്ടി രക്ഷകനായി വരുന്ന അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആ ഒരു വിടുതലെന്നുള്ളതൊക്കെ സ്തോത്രം അവർക്ക് ഗ്രഹിച്ചു കാണും. എന്നാൽ സ്തോത്രം കയ്യിനത് മനസ്സിലാക്കാതെ അങ്ങനെ ഒരു ജീവിതം നയിച്ചു. അതുകൊണ്ടാണ് അവിടെ എഴുതിയേക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. കയ്യും കൊണ്ടുവന്നത് എന്തേലും മൃഗങ്ങൾ കടിച്ചതോ ഒന്നുമല്ല, നല്ല ഖനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കയ്യും കൊണ്ടുവന്നത്. എന്നാൽ സ്തോത്ര ഹാബേല് ദൈവത്തിന് പ്രസാദമായ ഒരു ജീവനുള്ള സ്തോത്രം യാഗം കഴിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരുടെ വിശ്വാസത്താലാണ് അത് ചെയ്തത്, അത് മുൻ കണ്ടുകൊണ്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ വിശ്വാസത്താൽ വേണം ചെയ്യുവാൻ. എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി വിശ്വാസത്താൽ ചെയ്യണം. അതുപോലെ തന്നെ
നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നോഹ ചെയ്തത് നമുക്കറിയാം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർന്നു. മഴയോ വെള്ളപ്പൊക്കമോ ഒന്നും എന്തുവാന്ന് പോലും അറിയാത്ത കാലത്താണ് നോഹ അത് ചെയ്തത്. സ്തോത്രം. എന്നാൽ ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ വാക്കിനെ വിശ്വസിച്ചിട്ട് നോഹയ്ക്ക് മനസ്സിലായിട്ട് നോഹ അങ്ങനെ ചെയ്തു. നമ്മൾ ഞാനിത് എന്തിനാണ് ഞാൻ വിശ്വാസികളുടെ പട്ടികയെക്കുറിച്ച് 1-2 പേരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാ? അവർ വിശ്വാസത്താലാണ് എല്ലാം ചെയ്തത്. നമ്മളും ഇന്നും ഈ കാലത്തും എല്ലാം വിശ്വാസത്താലാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി അല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ വേർപാടിൽ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ വിശ്വാസത്താൽ ഇറങ്ങണം. കാര്യം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. വിശ്വാസത്താൽ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എൻ്റെ കാര്യങ്ങൾ തിരിഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിൽ കൂടി ദൈവം എന്നെ നടത്തി. അമേരിക്കയിൽ കർത്താവ് എനിക്ക് ഉന്നതമായ ജോലിയിലൊക്കെ എനിക്ക് ഉയർച്ച നൽകി. എനിക്ക് വേണ്ടിയതെല്ലാം കർത്താവ് തന്നു, കുഞ്ഞുങ്ങളെ തന്നു. കർത്താവിന് വേണ്ടി എൻ്റെ നല്ല ഹൃദയം, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നും റിസർവേഷനായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. എനിക്ക് തന്ന ആരോഗ്യം, എനിക്ക് തന്ന ഭൗതിക നന്മകൾ എല്ലാം എൻ്റെ അപ്പച്ചനെ, എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് എല്ലാം ഉപയോഗിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ആ രീതിയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവ് ഇതുവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി കഴിഞ്ഞ 6 മാസക്കാലം ഇവിടെ ആയിരിക്കാൻ ഇടയാക്കി. ഞാൻ ഒരു 33.5 വർഷത്തോളം അമേരിക്കയിൽ ഒരു നേഴ്സായി ഞാൻ ജോലി ചെയ്തു. നല്ല ജോലിയൊക്കെ ഉയർച്ചയൊക്കെ ദൈവം തന്ന് എല്ലാ കൈനിറയെ ശമ്പളം എല്ലാം തന്ന് കർത്താവ് നടത്തി. കർത്താവിൻ്റെ എല്ലാ വിശ്വസ്തത ഒന്നും ഇന്നേ വരെ എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കർത്താവിൻ്റെ രാജ്യത്തിനായി എത്രമാത്രം എന്നാൽ ആവോളം കർത്താവെ എന്നെ ആക്കി തീർക്കണമെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു. വിശ്വസ്തയോടെ കർത്താവ് എന്നെയും അനേക സ്ഥലങ്ങളിൽ വിട്ട് സാക്ഷിയായി. ഞാൻ ഇതിനൊന്നും ഒരിക്കലും യോഗ്യതയുള്ളവല്ല. ഞാൻ ശരിയാ, ഞങ്ങൾ ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരെ പഠിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ സ്തോത്രം, എനിക്ക് ആ രീതിയിലൊന്നും അറിയത്തില്ലെങ്കിലും വചനം ഇരുന്ന് പഠിക്കുമ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരും. കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയെന്നും കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത് എങ്ങനെയെന്നും കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കും വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പഠിച്ച സ്റ്റുഡൻസിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. കർത്താവെ, ദൈവം നടത്തിയ വിധങ്ങൾ എത്ര ആഴമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആന്ധ്രയിലായിരുന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവിടെ പഠിച്ചേച്ച് പോയ സ്റ്റുഡൻസ്, അവിടെ ആദിവാസികളുടെ ഇടയിലൊക്കെ വേല ചെയ്യുന്ന സ്റ്റുഡൻസിനെയൊക്കെ കണ്ടപ്പോൾ, കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ കുടുംബങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ അമേരിക്കയിലിരുന്ന് ദൈവസന്നിധി കരയുകയും നിലവിളിക്കുകയും കാണാത്ത അവർക്ക് വേണ്ടിയൊക്കെ കർത്താവിൻ്റെ സന്നിധി കണ്ണുനീര് പൊഴിച്ച് നിലവിളിച്ച് ഇപ്പോൾ ഞാൻ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ദൈവസന്നിധി എന്ന് വെച്ചാൽ അതിൽ വലിയൊരു ഭാഗ്യം നമുക്കില്ലല്ലോ. സ്തോത്രം. ഈ ദേശത്തും കർത്താവ് സ്തോത്രം വേലയെ വിശാലമാക്കട്ടെ. വലിയ ഹോള് ദൈവം പിന്നെയും നൽകി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹം പോലെ വളരെ വിശാലമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇവിടെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിനെ ദാസനെയൊക്കെ കാണുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഇവിടെയും വന്ന് സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇളയ മോള് അങ്ങനെ അവൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അവളും ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസന് ദൈവവചനം പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തിക്കൊള്ളും.